എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്യാമറയുടെ മുന്നിൽ ഒന്ന് സംസാരിക്കാൻ ചേട്ടാ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അതായത് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചുമ്മാ വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്യാമറയുടെ മുന്നിൽ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് ഇന്നത്തെ ഒരു ദിവസത്തെക്കുറിച്ച് പറയാനാണ് വന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു സിമ്പിളായിട്ടൊരു ഡേ ആയിരുന്നു. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെയൊക്കെ എണിച്ചു, ഒരു 4 മണിയൊക്കെ എണിച്ചു. ഒന്നും അമ്പലത്തിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് നേരത്തെ എണിച്ച് ഒരു ട്രാവലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചാനലിൽ പോയിട്ട് ചെക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇന്നത്തെ ഡേ കുറച്ച് സ്ട്രെസ്ഡ് ആയിരുന്നു. ബട്ട് എനിക്ക് ഭയങ്കര സ്ലീപ്പി മോഡായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു ടയർഡ്നെസ് പോലെ. എനിക്ക് എപ്പോഴും രാവിലെ എണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാലത്ത് എണിച്ച് നേരത്തെ പോവില്ലേ, നേരത്തെ എണിച്ച് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് എപ്പോഴും ഒരു ഉറക്കം തോന്നൽ കൂടും. നമുക്ക് മിക്ക ആളുകൾക്ക് ഉണ്ടെന്ന് തോന്നി. ഒരുപാട് നേരത്തെ എണിച്ച് ഗുരുവായൂർ പോവുക, പിന്നെ അതുപോലെ ഓരോ അമ്പലങ്ങൾ പോവുക, ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക. അത് നേരത്തെ എണിക്കുമ്പോൾ നമുക്ക് ആ ടൈമിൽ ഫ്രഷ് ആയിരിക്കില്ല, നമ്മുടെ മൈൻഡ് അത്രയും ഫ്രഷ് ആവത്തില്ല ആ സമയത്ത്. നമ്മൾ എങ്ങനെയും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ബസ്സോ എന്തിലെങ്കിലും പോകുമ്പോൾ നമുക്കൊരു ഉറക്കം അതെന്തായാലും മസ്റ്റായിട്ട് വേണമെന്ന് തോന്നും. ഇത് ഞാൻ എൻ്റെ ഒരു കേസാണ് പറയുന്നത്. എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഇന്നൊരു ചിറ്റ് വീഡിയോ പോലെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അതായത് ഇതിപ്പോൾ ചൂടൊക്കെ കൂടി, ക്ലൈമറ്റൊക്കെ ഭയങ്കര മോശമാകാൻ തുടങ്ങിയിട്ടും ഈ സൈഡ് ഫുൾ മഴയൊക്കെ, വേനൽ മഴയൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആകെ കൂടിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മാക്സിമം ഫുഡും വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ ശരീരം ഡീഹൈഡ്രേറ്റ് ആക്കാതെ എനർജറ്റിക് ആക്കാൻ നോക്കുക. കാരണം നമ്മുടെ ഹെൽത്ത് നമ്മുടെ കയ്യിലാണ് ഉള്ളത്. കാരണം അതിനെ മോസ്റ്റ്ലി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടി കേട്ടോ. പിന്നെ ഈയിടെയായിട്ട് ഞാൻ കുറച്ച് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എഡിറ്റിംഗ് എനിക്ക് അത്ര പ്രോപ്പറായിട്ട് ചെയ്യാൻ കിട്ടുന്നില്ല. അതായത് ഞാൻ ലോങ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഐ എം നോട്ട് ഗുഡ് ഇൻ എഡിറ്റിംഗ്. സോ അതുകൊണ്ട് ഞാൻ കുറേ എഡിറ്റിംഗ് ചെയ്യേണ്ട വീഡിയോസിൻ്റെ ട്യൂട്ടോറിയൽസ് റീസെൻ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഫ്രീ ആപ്പുകളൊക്കെ ഇല്ലേ, ഇൻഷോർട്സ് പോലെയുള്ള ആപ്സ്, അങ്ങനത്തെ ഇതിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഓക്കെ, എനിക്ക് ഇന്നത്തെ ദിവസം ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ കുറച്ച് പ്രൊലോങ് ചെയ്താലോ എന്നുണ്ട്. ഇപ്പോൾ ആ കൂടെ 2:24 മിനിറ്റ് ആയിട്ടുള്ളൂ വീഡിയോ. അപ്പോൾ എന്തായാലും ഇത് ഞാൻ മെയിൻ ആളിനെ കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് റിക്കിനെ കാണിച്ചിട്ടില്ല. അപ്പോൾ അവനെ ഒന്ന് കാണിച്ചത് കണ്ടോ, അവിടെ ആ കമ്പിയുടെ അപ്പുറത്തൊരു മണ്ണ് കൈ കൊണ്ട് മാന്തിയിട്ട് അതിൽ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ കിടക്കുക കേട്ടോ. അവന് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ചൊറിച്ചിൽ കൂടുതലാണേ. ചൊറിച്ചിൽ ഇൻ ദ സെൻസ് സ്കിന്ന് ഫുൾ ചൊറിയുക. അപ്പോൾ ഒരു തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടി അവിടെ പോയി ഇരിക്കുക കേട്ടോ. അവൻ ഇപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടുണ്ട് ആള്. ഹായ്, ഗുഡ് മോർണിംഗ്. സുധി, ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വന്നു കേട്ടോ. അതായത് പെട്ടെന്ന് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഇത് ബാക്കിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞു കേട്ടോ. അത് അവിടെ നെല്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കൊയ്ത നെല്ലൊക്കെ അപ്പുറത്ത് അവിടെ ടാർപ്പായിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഇപ്പോൾ ഞാൻ ഇന്നൊരു 5:30 ആയപ്പോൾ എണിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്തായാലും കുറച്ചൊന്ന് ബ്രഷ് ചെയ്തു. പിന്നെ ഒരു ചെറിയൊരു ബോയിൽഡ് എഗ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് ചായയൊക്കെ കുടിക്കണം. അപ്പം അതിന് മുമ്പ് ഒന്ന് കുളിക്കണം കേട്ടോ എനിക്ക്. അപ്പം ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ, എന്നിട്ട് വീഡിയോയിലോട്ട് വരാം. ഇത് അപ്പം ഇന്ന് കറി വെക്കാൻ വേണ്ടി ഇത് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സോ അത് കുളിച്ച് ഡ്രസ്സപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇന്ന് കറി വെക്കാൻ പോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു തരാം കേട്ടോ. പുറത്തോട്ട് വെച്ചു കേട്ടോ. അതായത് പൊട്ടാറ്റോ, തക്കാളി, പിന്നെ ഒണിയൻ ഉണ്ട്, പിന്നെ മുളക് എടുക്കുന്നുണ്ട്. ഇതെല്ലാം ആദ്യം കട്ട് ചെയ്യണം. അതിനുശേഷം ഞാൻ കട്ട് ചെയ്തൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഉരുളക്കിഴങ്ങ്, പരിപ്പ് ഇതെല്ലാം ഇട്ട് കുക്കറിൽ ഒരു 3 പ്രാവശ്യം വിസിൽ വന്നതിന് ശേഷം തേങ്ങയുടെ അരപ്പ് ഇതിൽ മിക്സ് ആക്കുക കേട്ടോ. വിസിലെല്ലാം പോയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിൽ താളിക്കാൻ പോവുക കേട്ടോ. എണ്ണയിൽ കടുകും കറിവേപ്പിലയും
പിന്നെ വറ്റൽമുളക് ഇട്ട് ഇതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറി സെറ്റായിട്ട്. അപ്പോൾ അതിനൊരു ഉരുളക്കിഴങ്ങ് തക്കാളി കറി ആട്ടോ, പരിപ്പ് കറി ആട്ടോ സെറ്റാവുന്നത്. അപ്പോൾ അതെ, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു മോർണിംഗ് വ്ളോഗ് എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയോട് കൂടി അവസാനിപ്പിക്കുക കേട്ടോ. അതായത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ പ്രൊലോങ് ചെയ്തിട്ട് വീഡിയോസ് ഇടുമ്പോൾ ചിലപ്പോൾ ബോറിങ് വരാം. അപ്പോൾ ഒരു ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു കോണ്ടൻറ്റ് ഇടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അതേ കൺക്ലൂഷൻ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കൂടി ഫോളോ ചെയ്തോളൂ. ടെമ്പസ്റ്റ് ബെല്ല എന്നാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ പേര്. അപ്പോൾ അതും കൂടി ഫോളോ ചെയ്തോളൂ കേട്ടോ. അതിലും ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക്സൊക്കെ നമുക്ക് മെയിനായിട്ട് ഇൻസ്റ്റഗ്രാമിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബ് ജേർണിയിൽ ഇപ്പോൾ 252 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അതെന്നെ ഒരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണെന്ന് ചോദിച്ചാൽ, മുന്നൊരു 24 സബ്സ്ക്രൈബേഴ്സിൽ നിന്നൊരാളായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഇസ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഇന്നത്തോടെ വ്ളോഗ്, ഈ ഒരു ഇന്നത്തെ ഡെയിലി വ്ളോഗിൽ മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളെല്ലാം ചെറിയ ചെറിയ കുട്ടി കുട്ടി ഷോർട്സ് ആയിട്ടിട്ടില്ല, കുട്ടി ആയിട്ട് ഞാനിങ്ങനെ വീഡിയോസ് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുക കേട്ടോ. പിന്നെ കുറച്ച് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കാണുക കേട്ടോ. താങ്ക് യു.